ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LFU അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ്. LFU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് അൽഗോരിതം. ഇതൊരു പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതമാണ്. അപ്പോൾ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ആയിട്ടുള്ള FIFO, ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം, LRU, ഈ മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതമാണ് LFU എന്ന് പറയുന്നത്. അപ്പൊ LFU നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പേര് പറയുന്നത് പോലെ തന്നെ ലീസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പേജ് റീപ്ലേസ്മെന്റ് നടക്കുന്നത് തന്നിരിക്കുന്ന സ്ട്രിങ്സിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ്. ഫ്രീക്വൻസി അനുസരിച്ച് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ആർക്കാണോ ഉള്ളത് അയാളെ പിടിച്ചിട്ടാണ് ഇവിടെ റീപ്ലേസ്മെന്റ് നടത്തുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീക്വൻസിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ബാക്കി മൂന്ന് അൽഗോരിതത്തിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു അൽഗോരിതം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഫ്രീക്വൻസി ചാർട്ട് കൂടി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ നമുക്ക് വളരെയധികം കൃത്യമായിട്ട്, അതായത് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഹിറ്റ് റേഷ്യോയും മിസ് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ തിയറി പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിങ്സ് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അതിൽ തന്നെ നമ്മളൊരു ഫ്രീക്വൻസിക്ക് വേണ്ടുന്ന ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രീക്വൻസി ചാർട്ടിൽ ഇവിടെ ഏതൊക്കെയാ സ്ട്രിങ്സ് ആണോ വരുന്നത് അതിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനീഷ്യലി ഒരൊറ്റ സ്ട്രിങ്സും നമ്മുടെ ഫ്രെയിമിനകത്ത് അവൈലബിൾ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഫ്രീക്വൻസി എന്തായിട്ടായിരിക്കും ഉണ്ടാവുക, 0 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ എല്ലാത്തിന്റെ ഫ്രീക്വൻസി 0 ആയിട്ടാണ് ഇനീഷ്യലി ഇരിക്കുന്നത്. ഇനി ഫസ്റ്റിലെ പേജ് വരികയാണ്, 4 എന്നുള്ള പേജ് വരുന്ന റിക്വസ്റ്റ് വരുമ്പോൾ സമയത്ത് ഇവിടെ അത് അവൈലബിൾ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, പേജ് ഫോൾട്ട്, ദാറ്റ് മീൻസ് പേജ് മിസ് സംഭവിച്ചു. എന്നിട്ട് 4നെ അലോക്കേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ 4 എന്നുള്ള ആ ഒരു പേജിന്റെ ഫ്രീക്വൻസി എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്തു, 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ ഇവിടെ 0 മാറിയിട്ട് 1 വന്നു. ദെൻ നെക്സ്റ്റ് 1 5 ആണ് വരുന്നത്. 5 വരുന്ന സമയത്തും 5 അവൈലബിൾ അല്ല, അപ്പോൾ മിസ്സാണ് സംഭവിച്ചത്. 5നെ അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ 5ന്റെ ഫ്രീക്വൻസി എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്തു, 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് 2 വരുന്ന സമയത്തും 2 അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ മിസ്സാണ് സംഭവിച്ചത്. 2 വന്ന ശേഷം 2ന്റെ ഫ്രീക്വൻസി എന്തായിട്ട് മാറി, 1 ആയിട്ട് മാറി. ഇപ്പൊ 3 ഫ്രെയിംസും ഇവിടെ ഫില്ലായി. ഇനി അടുത്ത ആരാണ് വരുന്നത്, 1 എന്നുള്ള ഒരു പേജ് വരികയാണ്. അപ്പൊ ഇവിടെ അവൈലബിലിറ്റി നോക്കുമ്പോൾ 1 എന്നുള്ള പേജ് ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും എന്ത് സംഭവിച്ചു, പേജ് മിസ്സാണ് സംഭവിച്ചത്. ഇനിയാണ് ഇവിടെ പേജ് റീപ്ലേസ്മെന്റ് നടത്താൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 4, 5, 2 നോക്കും. ഈ 3 സ്ട്രിങ്സ് നോക്കുമ്പോൾ ഇവിടെ 4 ഇവിടെ 5 ഉണ്ട്, അതുപോലെ തന്നെ 2 ഉണ്ട്. ഈ 3 പേരിൽ ആർക്കാണ് കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളത് നോക്കിയേ, 2ന്റെ 1 ആണ്, 4ന്റെ 1 ആണ്, 5ന്റെ 1 എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫ്രീക്വൻസി സെയിം ആണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആരാണോ ആദ്യം വന്നത് അയാളെയാണ് റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചാർട്ടിലോട്ട് പോവാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആരാണ് ആദ്യം കിടക്കുന്നത്, 4 എന്നുള്ളതാണ് ആദ്യം കിടക്കുന്നത്. അപ്പൊ 4നെയാണ് ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. 4നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 1 വരും. ഇങ്ങനെ 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫ്രീക്വൻസി ചാർട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ 1 എന്നുള്ളതിന്റെ ഫ്രീക്വൻസി എന്തായിട്ട് മാറി, ഇവിടെ 1 ആയിട്ട് മാറി, ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, ഒപ്പം തന്നെ 4നെ റീപ്ലേസ് ചെയ്തു, അതായത് 4ന്റെ ഫ്രീക്വൻസി അവിടെ കുറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇവിടെ അത് നമ്മൾ ഡിക്രിമെന്റ് ചെയ്യണം. 1 എന്നുള്ളത് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഇതൊരിക്കലും മിസ്സാക്കരുത്, നമ്മുടെ ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ. ഇനി നെക്സ്റ്റ് 1 ആരാ വരുന്നത്, 2 ആണ്. 2 എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ ഫ്രെയിമിൽ ഓൾറെഡി അവൈലബിൾ ആണ്, എന്ന് വെച്ചാൽ അവിടെ പേജ് ഹിറ്റ് ആണ് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് അതേ ഫ്രെയിംസ് അങ്ങ് അപ്ഡേറ്റ് ചെയ്താൽ മതി. 1, 5, 2. ഇനി ഇവിടെ 2 വന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട് 2 എന്നുള്ള ആ ഒരു പേജിന്റെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇത് ഇൻക്രിമെന്റ് ചെയ്യണം. 2ന്റെ ഫ്രീക്വൻസി 1ൽ നിന്ന് 2 ആയിട്ട് അപ്ഡേറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് 1 3 ആണ്. 3 എന്നുള്ളത് അവൈലബിൾ ആണോ, അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ പേജ് ഫോൾട്ട് സംഭവിച്ചു. ഇനി 3 അലോക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1ഉം 5ഉം 2ഉം നോക്കും. 1, 5, 2 ഈ 3 പേരിൽ ആർക്കാണ് ലോവസ്റ്റ് ഫ്രീക്വൻസി, ഹയസ്റ്റ് ഫ്രീക്വൻസി 2നാണ് അല്ലെ. അപ്പൊ ലോവസ്റ്റ് ഫ്രീക്വൻസി 1നും 5നും സെയിം ഫ്രീക്വൻസി ആണുള്ളത്. ഇപ്പൊ 1, 5 ഇതിനകത്ത് ആരാണോ ആദ്യം വന്ന് നോക്കാം. അപ്പൊ 1 നോക്കുകയാണെങ്കിൽ ഇത് എവിടെയാണ് കിടക്കുന്നത്, 5 നോക്കുമ്പോഴോ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി 5 ആണ് ആദ്യം വന്നത്. അപ്പൊ ആരെ റീപ്ലേസ് ചെയ്യണം, 5നെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ 5നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 3 വരുന്നു. ഇനി നെക്സ്റ്റ് ഡ്യൂട്ടി എന്താണ്, നമുക്ക് ഫ്രീക്വൻസി അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 5ന്റെ ഫ്രീക്വൻസി എന്താക്കണം, ഒന്ന് കുറയ്ക്കണം. 1 ആയിരുന്നു, അത് 0 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ 3യുടേത് കൂടുകയാണ് ചെയ്യുന്നത്. 3യുടെ 0 ആയിരുന്നത് 1 ആയിട്ട് മാറി.
ഓക്കെ, ഇനി ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ അങ്ങ് കോപ്പി ചെയ്യാം. 1 2. ഇനി നെക്സ്റ്റ് ആരാണ്? 3 ആണ്. 3 നോക്കുമ്പോൾ ഇവിടെ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ അവിടെ പേജ് ഹിറ്റ് ആണ് സംഭവിച്ചത്. 1 3 2. 3യുടെ ഫ്രീക്വൻസി നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം. 3യുടെ ഫ്രീക്വൻസി 1 എന്നുള്ളത് എന്തായിട്ട് 2 ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് 1 എന്താണ്? 5 എന്നുള്ളതാണ്. 5 റിക്വസ്റ്റ് ചെയ്യുമ്പോൾ 5 ഇവിടെ അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ അവിടെ പേജ് ഫോൾട്ട് സംഭവിച്ചു. ഇനി ഇവിടെ റീപ്ലേസ്മെന്റ് നടക്കണം. റീപ്ലേസ് നടത്താൻ വേണ്ടിയിട്ട് 1 3 2 1 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. അതായത് ഈ സംഭവം ഈ ഒരു ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് ഇതിൽ ആർക്കാണ് ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് നോക്കിയാൽ തന്നെ വേഗം മനസ്സിലാവും. നമുക്ക് 1ന്റെ ഫ്രീക്വൻസിയാണ് കുറവുള്ളത്. അതുകൊണ്ട് 1നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 5 വരുന്നു. അപ്പോൾ 1ന്റെ ഫ്രീക്വൻസി ഒന്ന് റെഡ്യൂസ് ആയി, 5 എന്നുള്ളത് ഇവിടെ ഇൻക്രിമെന്റ് ആയി, 1 ആയിട്ട് കൂടി. ഓക്കെ, ദെൻ ബാക്കിയുള്ളത് അത്രയും അതുപോലെ തന്നെ അങ്ങ് കോപ്പി ചെയ്യാം. നെക്സ്റ്റ് 1 ആരാണ്? 5. 5ന് നോക്കുമ്പോൾ 5 അവൈലബിൾ ആണ്. അതുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? പേജ് ഹിറ്റ് ആണ്. അപ്പൊ 5 അങ്ങനെ തന്നെ വന്നു. 3 2. അപ്പൊ 5ന്റെ ഫ്രീക്വൻസി നമ്മൾ ഇവിടെ കൂട്ടി എഴുതണം. ഇവിടെ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, 1 എന്നുള്ളത് മാറിയിട്ട് 2 ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് 1 ആരാണ്? 1 ആണ്. 1 അവൈലബിൾ ആണോ? അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ പേജ് ഫോൾട്ട് ആണ് സംഭവിക്കുന്നത്. ഇനി 1നെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 3 2 നോക്കും. 5 3 2. ഈ 3 പേരിൽ ആർക്കാണ് ഫ്രീക്വൻസി? എല്ലാവരും ഒരേ ഫ്രീക്വൻസി ഉള്ളവരാണ്. അപ്പൊ നമ്മൾ 2 നോക്കാം. 2ന്റെ എവിടെയാ വരുന്നത്? 2 ഇവിടെയാണ് വരുന്നത്. ദെൻ 3യുടെ നോക്കുമ്പോൾ 3യുടെ എവിടെയാണ് വരുന്നത്? 3 3 ഇവിടെയാണ് വരുന്നത്. 5ന്റെ നോക്കുമ്പോൾ 5 വരുന്നത് ഇവിടെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് 2 ആണ്. അപ്പൊ 2നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്ന് വെച്ചുകൊണ്ട് 1 വെച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ. ഇനി ഫ്രീക്വൻസി ചാർട്ടിലേക്ക് പോവാന്നുണ്ടെങ്കിൽ 2 എന്നുള്ളതിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2ന്റെ ഫ്രീക്വൻസി എന്തായിട്ട് റെഡ്യൂസ് ആവും? ഇവിടെ 1 ആയിട്ട് റെഡ്യൂസ് ആകും. ആരാണ് വന്നത്? 1 ആണ് വന്നത്. ആ 1ന്റെ ഫ്രീക്വൻസി എന്തായിട്ട് അപ്ഡേറ്റ് ആകും? 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു വന്നു. സോ ഈ ഒരു രീതിയിലാണ് LFU അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രീക്വൻസി അപ്ഡേഷൻ വരുത്തുന്ന സമയത്ത് മാത്രം ഒന്ന് അലേർട്ട് ആയിരിക്കുക. എങ്കിൽ നമ്മുടെ ആൻസറും കറക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഹിറ്റ് റേഷ്യോ കാണുന്നത്, മിസ് റേഷ്യോ കാണുന്നത് എന്നുള്ളത് നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ, അതായത് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം, ഒപ്റ്റിമൽ, ഫിഫോ, അതുപോലെ തന്നെ LRU എല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഹിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര ഹിറ്റ്സ് ഉണ്ടായി ഡിവൈഡിങ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രിങ്സ്. അതുപോലെ തന്നെ മിസ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മിസ്സാണോ സംഭവിച്ചത് ഡിവൈഡിങ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രിങ്സ്. അതായിരുന്നു അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് LFU അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.